Next question. How many numbers greater than 6 zeros ഉണ്ട്? How many numbers greater than മൊത്തം 1 കഴിഞ്ഞ് 6 zeros can be formed by using the digits 1 2 0 2 4 2 4. How many numbers greater than this can be found by using the digits 1 2 0 2 4 2 4. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7. ഇതും ഒരു 7 ഡിജിറ്റ് നമ്പറാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം 7 ഡിജിറ്റ്സ് ആവുള്ളത്. അപ്പോൾ നമുക്ക് ഫോം ചെയ്യേണ്ടതും 7 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിനേക്കാളും വലിയ എത്ര 7 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഈ നമ്പർ വെച്ച് ഫോം ചെയ്യാം? അപ്പം ഇതെന്ന് പറയുമ്പം 10 ലാക്ക് അല്ലേ, 10 ലാക്കിനേക്കാളും വലിയ നമ്പേഴ്സ് ഈ നമ്പർ വെച്ച് ഫോം ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ നമ്പർ ഒന്നെങ്കിൽ 1-ൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2-ൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 4-ൽ സ്റ്റാർട്ട് ചെയ്യാം. 0-ൽ സ്റ്റാർട്ട്, കാരണം ഇതിൻ്റെ അകത്തും 7 ഡിജിറ്റ്സ് ആണ്, ഇതിൻ്റെ അകത്തും 7 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും 7 ഡിജിറ്റ്. ഇത് 100 ലാക്ക്, 10 ലാക്ക് അല്ല, ഒരു മിനിറ്റ്, 10 ലാക്ക് വരും അല്ലേ, 1000 ലാക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതും 7 ഡിജിറ്റ് നമ്പറാണ്, ഇതും 7 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് രണ്ടും 7 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ രണ്ടും 7 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ഇതിനേക്കാളും വലുത് എന്ന് പറയുമ്പം നമുക്ക് ഒന്നെങ്കിൽ 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാകാം, 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാകാം. കാരണം 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനകത്ത് 2ഉം 4ഉം ഒക്കെ വരുന്നത് കൊണ്ട് ഇതിനേക്കാളും വലുതേ വരുള്ളൂ. അപ്പം രണ്ടും 7 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് അല്ലേ, ഈ രണ്ടും 7 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഇത് 1-ൽ തുടങ്ങിയാലും 2-ൽ തുടങ്ങിയാലും 4-ൽ തുടങ്ങിയാലും ഈ നമ്പറിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഈ 1-ൽ തുടങ്ങുന്ന എത്ര നമ്പറുണ്ട്, 2-ൽ തുടങ്ങുന്ന എത്ര നമ്പറുണ്ട്, 4-ൽ തുടങ്ങുന്ന എത്ര നമ്പറുണ്ട്, അത് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സിൻസ് 1 എഴുതിയിട്ട് 60 അല്ലെങ്കിൽ 10 lakh ഈസ് എ 7 ഡിജിറ്റ് നമ്പർ, സിൻസ് this is a 7 digit number, since is a 7 digit number and the number of digits to be used is also 7, since this is a 7 digit number and the number of digits to be used is also 7, the numbers to be counted will be 7 digits only. ഇതിൻ്റെ അകത്തും 7 ഡിജിറ്റ് ആണ്, ഇതിൻ്റെ അകത്തും 7 ഡിജിറ്റ്. അപ്പോൾ നമുക്ക് 7 ഡിജിറ്റ് നമ്പറുകൾ മാത്രം നോക്കേണ്ട കാര്യമുള്ളൂ. നമ്പേഴ്സ് ടു ബി കൗണ്ടഡ് വിൽ ബി 7 ഡിജിറ്റ്സ് ഓൺലി. Also the numbers have to be greater than 10 lakh. Also the numbers have to be greater than 10 lakh, comma, so they can begin either with 1 2 or 4. They can begin either with 1 2 or 4. അപ്പോൾ രണ്ടും 7 ഡിജിറ്റ് നമ്പേഴ്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഫോം ചെയ്യുന്ന നമ്പേഴ്സ് ഈ 10 ലാക്കിനേക്കാളും വലുതായിട്ട് നിൽക്കേണ്ടതുകൊണ്ട് 0-ൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1-ലോ 2-ലോ 4-ലോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. The number of numbers beginning with 1 is equal to beginning with 1 എന്ന് പറയുമ്പോൾ റിമൈനിങ് അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. മെത്തേഡ് എഴുതേണ്ട കാര്യമൊന്നുമില്ല. മിച്ചമുള്ള 6 പൊസിഷൻ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് 6 ഫാക്ടോറിയൽ വേസ് ആണ് സാധാരണ ഉള്ളത്. പക്ഷേ അതിൽ
2 എത്ര പ്രാവശ്യം 1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 4 2 പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ മിച്ചമുള്ള 6 നമ്പേഴ്സ് 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വേസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പം നമുക്ക് 60 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ബിഗിനിങ് വിത്ത് 1 ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 60. ഇത് ചെയ്ത് ഇത്രേ ഉള്ളൂ. 1 ഈസ് ഫിക്സ്ഡ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷൻ, റിമൈനിങ് 6 പൊസിഷൻ ക്യാൻ ബി ഫിൽഡ് ബൈ 2 0 ആൻഡ് 4 അല്ലേ. മിച്ചമുള്ള 6 പൊസിഷൻ 2 0 4ലുണ്ട്. അതിൽ 2 3 പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 4 2 പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. റെപ്പറ്റീഷൻസ് വരുമ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതാണ് ചെയ്തപ്പോൾ നമുക്ക് 60 കിട്ടി. അടുത്ത ലൈനിൽ ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ബിഗിനിങ് വിത്ത് 2 ഈസ് 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മിച്ചമുള്ള അത് നിങ്ങളൊന്ന് സൈഡിലൊരു ഫിഗർ വരച്ചിട്ടാൽ മതി. 2 സ്റ്റാർട്ട് ചെയ്താൽ മിച്ചമുള്ള 6 പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് 0 1 1 1 2 എത്രണ്ണം മിച്ചമുണ്ട്, 2 2 എണ്ണം ഉണ്ട്, പിന്നെ 4 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സൈഡിലൊന്ന് ഫിഗർ വരച്ചിട്ടാൽ മതി. 2 1 നമ്മൾ ഫിക്സ് ചെയ്തിട്ട് മിച്ചമുള്ള 6 പൊസിഷൻ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0യും 1ഉം ഓരോന്നേ ഉള്ളൂ. 2 2 പ്രാവശ്യവും 4 2 പ്രാവശ്യമുണ്ട്, 2ഉം 4ഉം 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വരും. അപ്പോൾ അത് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2. അപ്പോൾ 4 പോയി കഴിഞ്ഞ് മിച്ചം 6 ഇൻറ്റു 6 36 ഇൻറ്റു 5 180 വരും. ആൻസർ 180 വരും. നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 2 എന്ന് പറയുന്നത് 180 വരും. ഇനി നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 4. നമ്പർ ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 4 ഈസ് ഈക്വൽ ടു 4ൽ സ്റ്റാർട്ട് ചെയ്താൽ മിച്ചമുള്ള 0 ഒന്നേ ഉള്ളൂ, 1ഉം ഒന്നേ ഉള്ളൂ. 2 എത്ര പ്രാവശ്യമുണ്ട്, 3 പ്രൈമും 4ഉം ഒന്നേ ഉള്ളൂ. മിച്ചമുള്ള 4 ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. അപ്പം 3 നമ്പറുകൾ ഡിസ്റ്റൻ്റ് ആണ്. 2 മാത്രം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 4 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോകും, 120. നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 4 എന്ന് പറയുമ്പം മിച്ചമുള്ള നമ്പേഴ്സ് 0യും 1ഉം ഓരോന്നും 4 ഒന്നേ ഉള്ളൂ. 2 മാത്രം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് 120. അല്ല, അത് 3 ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ്. അപ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 120. Therefore, number of 7-digit arrangements number of 7 digits greater than 10 lakh is equal to 60 plus 180 plus 120. ആൻസർ 360 എന്ന് വരും. 60 plus 180 plus 120. ആൻസർ 360 എന്ന് വരും. ആൻസർ 360 എന്ന് വരും. ഇത് അല്ലെങ്കിൽ ചെയ്യാവുന്നത് നമുക്ക് 7 ഡിജിറ്റിൻ്റെ മൊത്തത്തിലുള്ള അറേഞ്ച്മെൻറ്റ് നോക്കുക. അതായത് നമുക്ക് ഒരു 0 ഉണ്ട്, ഒരു 1 ഉണ്ട്, 2 മൊത്തത്തിൽ 3 പ്രാവശ്യം വരും അല്ലേ, 4 2 പ്രാവശ്യം വരും. അപ്പം മൊത്തം ഈ നമ്പേഴ്സ് വെച്ചിട്ടുള്ള എത്ര 7 ഡിജിറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ചാലും മതി. മൊത്തം എത്ര 7 ഡിജിറ്റ് അറേഞ്ച്മെൻറ്റ് വരും? 7 ഫാക്ടോറിയൽ ബൈ റെപ്പറ്റീഷൻസ് ഉള്ളത് 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അതിൽ നിന്ന് 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര വരും? 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മിച്ചമുള്ള പൊസിഷനിൽ 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വെച്ചിട്ട് ചെയ്താൽ പോരെ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് സെയിം ആൻസറേ കിട്ടുകയുള്ളൂ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ 0 1 2 4 എന്നുള്ള ഈ 4 നമ്പേഴ്സ് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിൽ 2 3 പ്രാവശ്യവും 4 2 പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടത് 1ലും 2ലും 4ലും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ 7 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് മൊത്തം എത്ര 7 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യാന്നുള്ളത് 7 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 5, കാരണം 2ഉം 4ഉം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 7 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ.
പിന്നെ നമ്മൾ അതിൽ നിന്ന് 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് കുറച്ചാൽ നമുക്ക് 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്യും. അപ്പോൾ ഇത് 420 മൈനസ് 6 ഫാക്ടോറിയൽ ബൈ 3 അത് 60 വരും. അപ്പോഴും നമുക്ക് ഈ സെയിം ആൻസറേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. എക്സാമിന് ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in how many ways can 5 girls and 3 boys be seated? 5 girls and 3 boys be seated in a row so that no 2 boys are together. In how many ways can 5 girls and 3 boys be seated in a row so that no 2 boys are seated? അപ്പം 5 ഗേൾസിനെ നമ്മൾ ബോക്സ് ആയിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് 5 ഗേൾസ് ഉണ്ട്. 5 ഗേൾസും 3 ബോയ്സും ആണുള്ളത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇവരെ ഒരു റോയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ബോയ്സ് ഒരുമിച്ച് ഒരിക്കലും വരാൻ പറ്റും. അപ്പം ബോയ്സിന് എടുക്കാവുന്ന പൊസിഷനുകളെന്ന് പറയുന്നത് ഈ ഇടയ്ക്കത്തെ പൊസിഷനുകളാണ് അല്ലേ, നമ്മൾ ആ ക്രോസ് ചെയ്തിട്ടേക്കുന്ന പൊസിഷനുകളാണ്. അപ്പം മൊത്തം എത്ര പൊസിഷൻസ് അവർക്ക് എടുക്കാൻ പറ്റും? 1 2 3 4 5 6 പൊസിഷനിൽ ഏതെങ്കിലും 3 പൊസിഷൻ എടുത്താൽ മതി. നമ്മൾ 5 ഗേൾസിനെ ആദ്യം അറേഞ്ച് ചെയ്താൽ ആ 5 ഗേൾസിൻ്റെ ഇടയ്ക്കും സൈഡിലുമായിട്ട് ബോയ്സിനും 6 പൊസിഷൻ ഫില്ല് ചെയ്യാനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതൊരു ഗേള്, ഇതൊരു ഗേള്, ഇതൊരു ഗേള്, ഇതൊരു ഗേള്, ഇതൊരു ഗേള്. അപ്പോൾ ഈ ഗേൾസിൻ്റെ സൈഡിലും പിന്നെ ഇടയ്ക്കുമായിട്ട് 6 പൊസിഷൻ ഫില്ല് ചെയ്യാൻ നമുക്കുണ്ട്. ഈ ക്രോസ് ഇട്ടേക്കുന്ന പൊസിഷൻ, അതായത് ആദ്യം ഗേള്, പിന്നെ ക്രോസ്, ഗേള്, ക്രോസ്, ഗേള്, ക്രോസ്, ഗേള്, ക്രോസ്, ഗേള്, ക്രോസ്. അപ്പോൾ എത്ര ഗേൾസായി? 1 2 3 4 5 ഗേൾസ്. അതിൻ്റെ ഇടയ്ക്ക് എത്ര ക്രോസ് പൊസിഷൻസ് ഉണ്ട്? 1 2 3 4 5 6 ക്രോസ് പൊസിഷൻസ് ഉണ്ട്. ഈ 6 ക്രോസ് പൊസിഷനിൽ ഏതെങ്കിലും 3 ബോയ്സിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യം ഗേൾസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് 5 ഫാക്ടോറിയൽ വേസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോയ്സിനെ ഫില്ല് ചെയ്യാൻ 6 പൊസിഷനിൽ നിന്ന് നമ്മൾ 3 6p3 ആണ്. അവിടെ 6 പൊസിഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 3 നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ അത് 6p3 എന്ന് വരും. അപ്പോൾ അത് 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ വരും. ഇതാണ് ആൻസർ. അപ്പോൾ നമുക്ക് ചെയ്യാം. Let us first seat the 5 girls. Let us first seat the 5 girls. Let us first seat the 5 girls. This can be done in 5 factorial ways. Let us first seat the 5 girls. This can be done in 5 factorial ways. This can be done in 5 factorial ways. This can be done in 5 factorial ways. Let us first see the 5 girls. This can be done in 5 factorial ways. For each such arrangements, the 3 boys can be seated. The 3 boys can be seated. The 3 boys can be seated at the cross marked places. Only at the cross marked places. For each such arrangement, the 3 boys can be seated only at the cross marked places. Only at the cross marked places. എന്നിട്ട് ഈ ഒരു ഇത് വരയ്ക്കുക. ക്രോസ് ജി ക്രോസ് ജി ക്രോസ് ജി ക്രോസ്. അടുത്ത ലൈനിൽ there are 6 cross marked places. There are 6 crossed marked places. And the 3 boys can be, there are 6 cross marked places. There are
6 cross-marked places, and the 3 boys can be seated in 6p3 ways. There are 6 cross-marked places and the 3 boys can be seated in 6p3 ways. There are 6 cross-marked places and the 3 boys can be seated in 6p3. 6 എണ്ണ ഉള്ള പൊസിഷനിൽ ഏതെങ്കിലും 3 എണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് 6p3 വേസിൽ ചെയ്യാം. Hence by multiplication principle, the total number of ways is equal to 5 factorial into 6p3 equal to 5 factorial into 6 factorial by 3 factorial. 14400 എന്ന് വരും. 14400. The 6 cross, hence by multiplication principle, the total number of ways is equal to 5 factorial into 6 factorial by 3 factorial. ചെയ്യുമ്പോൾ 14400 എന്ന് വരും. അപ്പോൾ നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞേക്കാം. 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. How many words with or without meaning each of 2 vowels and 3 consonants can be formed? How many words with or without meaning each of 2 vowels and 3 consonants can be formed from the letters of the word daughter? How many words with or without meaning each of 2 vowels and 3 consonants can be formed from the letters of the word daughter? അപ്പോൾ നമ്മൾ ആ ഇൻവല്യൂട്ടിൻ്റെ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. ആൻസർ 3600 വരും. How many words with or without meaning each of 2 vowels and 3 consonants can be formed from the letters of the word daughter? Next question. A committee of 7 has to be formed. A committee of 7 has to be formed from 9 boys and 4 girls. A committee of 7 has to be formed from 9 boys and 4 girls. In how many ways can this be done? In how many ways can this be done when the committee consists of first one, exactly 3 girls. Second one, at least 3 girls. Third one, at most 3 girls. Question number പറയാം. A committee of 7 has to be formed from 9 boys and 4 girls. In how many ways can this be done when the committee consists of exactly 3 girls, at least 3 girls, at most 3 girls? അപ്പം ഇവിടെ എക്സാക്ട്ലി 3 ഗേൾസ് എന്ന് പറയുമ്പം നമ്മൾ എടുക്കേണ്ട കോമ്പിനേഷൻ 3 ഗേളും 4 ബോയ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് 3 ഗേൾസിനെ 4C3 വേസിലും 4 ബോയ്സിനെ 9C4 വേസിലും തിരഞ്ഞെടുക്കാൻ പറ്റും. എന്നിട്ട് അത് ഇൻറ്റു ചെയ്തത്. അപ്പോൾ 4C3 ഇൻറ്റു 9C4 ആൻസർ 504 വരും. അടുത്തത് അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറയുമ്പം 3 ഗേൾസ് മിനിമം ഉണ്ടായിരിക്കണം. അപ്പം 3 ഗേള് നമുക്ക് കമ്മിറ്റി ഉള്ളത് 7 ആൾക്കാരുടെയാണ്. 3 ഗേള് 4 ബോയ്സ്, അല്ലെങ്കിൽ 4 ഗേള് 3 ബോയ്സ്. ഒന്നെങ്കിൽ 3 ഗേളും 4 ബോയും കൂടി എടുക്കാം, അല്ലെങ്കിൽ 4 ഗേളും 3 ബോയും കൂടി എടുക്കാം. അപ്പോൾ 4 ഗേളും 3 ബോയും കൂടെ നമ്മൾ എടുക്കുമ്പം നമുക്ക് 7 ആണ്. 3 ഗേളും 4 ബോയും കൂടി എടുക്കുമ്പം 7 ആണ്. അപ്പം ഇത് ഇൻറ്റു ചെയ്യാം. 3 ഗേളും 4 ബോയും എന്ന് പറയുമ്പം 4C3
4 ബോയ് 9C4 അത് ഇൻറ്റു ചെയ്തു. ഇനി 4 ഗേളും 3 ബോയ് അതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്ക് 5 ഗേൾ എന്നുള്ളൊരു അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പോൾ മിനിമം 3 വേണം. പക്ഷേ 5 ഗേൾ എന്നുള്ളൊരു കോമ്പിനേഷൻ പോസിബിൾ അല്ല. 5 ഗേൾ എന്നുള്ള കോമ്പിനേഷൻ എടുക്കാൻ പറ്റില്ല, കാരണം മൊത്തം 4 ഗേൾസേ ഉള്ളൂ. അപ്പോൾ 5 ഗേൾ എന്നുള്ള കോമ്പിനേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ആദ്യം ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. അടുത്തത് അറ്റ്മോസ്റ്റ് 3 ഗേൾസാണ്. അപ്പം ഇത് രണ്ടും കൂടെ ഇത് കണ്ടുപിടിക്കുന്നു രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 588 കിട്ടും. ഇത് ആൻസർ പറയാൻ മറന്നുപോയായിരുന്നു. ഇനി അറ്റ്മോസ്റ്റ് 3 ഗേൾസ് എന്ന് പറയുമ്പം മാക്സിമം 3 അപ്പം 1 ഗേൾ ഒന്നെങ്കിൽ അറ്റ്മോസ്റ്റ് 3 എന്ന് പറയുമ്പോൾ 0 ഗേൾ എന്നുള്ള അത് വിട്ടു പോകരുത്. അറ്റ്മോസ്റ്റ് 3 എന്ന് പറയുമ്പോൾ ഒരു ഗേൾ പോലും ഇല്ലാതെയും പറ്റും. അപ്പോൾ 0 ഗേൾ നമുക്ക് 7 ബോയ്സ് എടുക്കാം. പിന്നെ 1 ഗേൾ 6 ബോയ് എടുക്കാം. പിന്നെ 2 ഗേളും 5 ബോയും കൂടെ എടുക്കാം. അറ്റ്മോസ്റ്റ് ആകുമ്പം 3 ഗേളും 4 ബോയ്. ഇപ്പോൾ ഈ 4 കോമ്പിനേഷനും പറ്റും. ഒന്നെങ്കിൽ 0 ഗേൾ 7 ബോയ്, അല്ലെങ്കിൽ 1 ഗേൾ 6 ബോയ്, പിന്നെ 2 ഗേൾ 5 ബോയ്, പിന്നെ 3 ഗേൾ 4 ബോയ്. ഈ 4 കോമ്പിനേഷൻ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ 1632. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് ഹോംവർക്കായിട്ട് ചെയ്യണം.